ഹായ് ഫ്രണ്ട്സ്, ഈ മാർച്ച് 28 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ നാഴികക്കല്ല് പിന്നിടുകയാണ്. നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മളൊരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ് സ്റ്റോക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അതിൻ്റെ പണം ക്രെഡിറ്റ് ആണെങ്കിൽ, പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് ആണെങ്കിൽ പിന്നെയും ഒരു ദിവസം കാത്തിരിക്കേണ്ടി വരാറുണ്ട്. അതുപോലെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ പിന്നെയും ഒരു ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാരണം നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ പണം നമ്മൾ മുഴുവനായിട്ട് ക്രെഡിറ്റ് ആവാത്തത് കാരണം നമ്മൾ മറ്റൊരു സ്റ്റോക്ക് അതേ ദിവസം പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് തികയാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാത്തിരിപ്പ് പലപ്പോഴും നമ്മളെ അക്ഷമരാക്കാറുണ്ട്. ഇതിനിടയിൽ അഥവാ ഒരു ശനിയും ഞായറും കടന്നു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവധി ദിവസം കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ഈ കാത്തിരിപ്പ് പിന്നെയും നീണ്ടുപോകും. അപ്പോൾ T+1 എന്ന സെറ്റിൽമെൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡേ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ബൈ ഓർ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഡേ എന്ന് പറയുന്നത്. അതിനാണ് ഷോർട്ടായിട്ട് T എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന +1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഈ വർക്കിംഗ് ഡേ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ആഴ്ചയിൽ 5 ദിവസമാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഡേയ്സ് എന്ന് പറയുന്നത് 5 ദിവസമാണ്. അത് ചിലപ്പോൾ അവധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിലും താഴെയായിരിക്കും. ഇപ്പോൾ ഈ ആഴ്ച തന്നെ നമുക്ക് 3 ട്രേഡിംഗ് സെഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 3 വർക്കിംഗ് ഡേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അഥവാ വെള്ളിയാഴ്ചയോ മറ്റോ ഒരു സ്റ്റോക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസത്തിന് മുമ്പേ വാങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ ഈ ഒരു സെറ്റിൽമെൻറ്റ് സൈക്കിൾ പിന്നെയും നീണ്ടുപോകുന്ന ഒരവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വലിയ വികസിത രാജ്യങ്ങളിലെ എക്സ്ചേഞ്ചിലും ഇത് തന്നെയാണ് അവസ്ഥ. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോഴും T+2 സെറ്റിൽമെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്താണ് അമേരിക്ക പോലും T+1 മാറാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ അമേരിക്ക അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് മറ്റ് യൂറോപ്യൻ എക്സ്ചേഞ്ചുകളും ഇപ്പോൾ T+1 മാറാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ചൈനയും ഇന്ത്യയും ഓൾറെഡി T+1 ഉള്ളത്. അവിടെ നിന്നാണ് T+0 പോകാൻ ശ്രമിക്കുന്നത്. ഏഷ്യയിലെ മറ്റ് പല എക്സ്ചേഞ്ചുകളും ഇപ്പോഴും T+2 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും മാത്രമാണ് ഈ T+0 എന്ന് പറയുന്ന, അതായത് അതേ ദിവസം തന്നെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലി, അതുപോലെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടും ഈ സെറ്റിൽമെൻറ്റ് അന്നേ ദിവസം നടക്കാത്തത് നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സങ്കീർണമായ ഒരു ഇടപാടാണ് ഈ ഷെയർ വിൽപ്പന എന്നൊക്കെ പറയുന്നത്. ഇവിടെ കുറേ പാർട്ടികൾ ഇൻവോൾവ് ആണ്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്, ക്ലിയറിംഗ് ഹൗസുകളുണ്ട്, കസ്റ്റോഡിയൻ ആയിട്ടുള്ള ബാങ്ക് ഉണ്ട്. അപ്പോൾ മൊത്തം ഈ ട്രാൻസാക്ഷൻസ് ഒറ്റ ടൈമിൽ നടക്കുമ്പോൾ ഈ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യാനുള്ള ഒരു സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റുവിധ പരാതികളോ വരികയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു സാവകാശം ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ T+2 സെറ്റിൽമെൻറ്റ് ഒരു ശീലമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ എല്ലാം ഇലക്ട്രോണിക്കായി ACH അഥവാ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസുകളൊക്കെ വന്ന സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സംവിധാനങ്ങളും ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ള പരിപാടിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇതിൻ്റെ ആ ഒരു സെറ്റിൽമെൻറ്റ് ഡേ എന്ന് പറയുന്നത് T+14 ആയിരുന്നു, T+14 ആയിരുന്നു. അപ്പോൾ സെറ്റിൽമെൻറ്റ് സൈക്കിൾ T+14 ആണ് എന്നറിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സ് നാച്ചർ എന്തായിരുന്നു എന്നും ഇതിൻ്റെ ഒരു ശരിയായ ഭീകരത എത്രമാത്രമായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 1992 വരെ അങ്ങനെയായിരുന്നു ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ T+14 എന്ന ഈ സൈക്കിളിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ആധാരം എഴുതി അത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് പുതിയൊരു രേഖ കിട്ടാൻ ഇപ്പോൾ എടുക്കുന്നത് പോലെയുള്ള സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് കാലത്തെ ഷെയർ വിൽപ്പനയും അങ്ങനെയായിരുന്നു. അന്ന് ഷെയറുകൾ കൈകാര്യം ചെയ്തത് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അത് തപാലിലൊക്കെ അയച്ച് അത് അവിടെ നിന്ന് അപ്രൂവായി വന്ന് നമ്മൾ കയ്യിൽ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ലെങ്തി പ്രോസസ്സായിരുന്നു. അപ്പോൾ 14 ദിവസത്തെ ഈ ഒരു ഗ്യാപ്പ് പലവിധ മാൽ പ്രാക്ടീസുകൾക്കും കാരണമായിട്ടുണ്ട്.
അത് പലവിധ സ്കാമുകൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ അർഷദ് മേത്തയുടെ സ്കാം തന്നെ അതിൻ്റെ മൂല കാരണമായിട്ട് പറയുന്നത് ഈ ഒരു ഗ്യാപ്പായിരുന്നു. ബാങ്കുകളിലും മറ്റ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലും 14 ദിവസം ഈ റോൾ ചെയ്യപ്പെടുന്ന നമ്മുടെ ഫണ്ട് അതുപയോഗിച്ച് സ്റ്റോക്ക് വാങ്ങിക്കൂട്ടി ആ സ്റ്റോക്കുകളുടെ പ്രൈസ് മാനിപ്പുലേഷൻ നടത്തി അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അർഷദ് മേത്തയും അദ്ദേഹത്തിൻ്റെ സംഘവും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അർഷദ് മേത്ത സ്കാം പുറത്തു വരികയും അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ ഒരു ഭൂമികുലുക്കം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തപ്പോഴാണ് ഈ T+14 എന്നുള്ള ആ ഒരു ട്രേഡിംഗ് ആ ഒരു സൈക്കിളിനെ പറ്റി ഒരു പുനർവിചിന്തനം സെബി നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് സെബി ശക്തമായിട്ട് ഇടപെടുകയും അങ്ങനെ ആ ഒരു ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് T+14 എന്നത് T+7 എന്നായിട്ട് ചുരുക്കുകയും ചെയ്തു. അതുപോലെ അത് പിന്നീട് 2001 അതിനെ പിന്നെ T+5 എന്നുള്ള രീതിയിൽ പിന്നെയും ചുരുക്കി. പിന്നെ 2002 അത് T+3 എന്ന രീതിയിൽ കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടുകളും മറ്റ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ സിസ്റ്റവും ഒക്കെ വ്യാപകമായതോടുകൂടി ഇത് വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ 2003 T+2 എന്നുള്ള ഇപ്പോഴത്തെ ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അവസ്ഥയിലേക്ക് നമ്മളെത്തി. അപ്പോൾ പിന്നീട് നീണ്ട 20 വർഷങ്ങൾ നമുക്ക് 2003 T+2 എന്നുള്ള ആ ഒരു സെറ്റിൽമെൻറ്റ് സൈക്കിൾ വന്നത്. അതിനുശേഷം നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ T+1 എന്നുള്ള ഈ ഒരു പ്രസൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നത്. അതായത് 2023 ജനുവരിയിലാണ് T+1 എന്നുള്ള ആ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എത്തിയത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഈ T+1 എന്നുള്ള ഒരു സെറ്റിൽമെൻറ്റ് സൈക്കിളുമായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അവർ മനസ്സിലായത്, ഇത് നിരീക്ഷിച്ചപ്പോൾ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തുകൊണ്ട് T+0 തന്നെ പോയിക്കൂടാ എന്നൊരു വിപ്ലവകരമായൊരു ചിന്ത എക്സ്ചേഞ്ച് മുന്നോട്ട് വയ്ക്കുകയും അപ്പോൾ ഈ മാർച്ച് 28 കഴിഞ്ഞ ദിവസം അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഇത് ഒരു ട്രയൽ ആൻഡ് എറർ എന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. 25 സ്റ്റോക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സെബി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത മാനദണ്ഡം എന്തെന്ന് അത് ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ തുടക്കത്തിൽ തിരഞ്ഞെടുത്ത ഈ സ്റ്റോക്കുകൾ എല്ലാ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഈ ഒരു T+0 സെറ്റിൽമെൻറ്റ് കിട്ടുകയില്ല. അതുകൂടാതെ വേറെ നിബന്ധനകളുണ്ട്. അതിലൊന്ന് വെച്ചാൽ ഒരു മോർണിംഗ് 9:15 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള ആ ഒരു ട്രേഡിംഗ് ടൈമിലായിരിക്കണം ഈ T+0 സെറ്റിൽമെൻറ്റ് ആഗ്രഹിക്കുന്നവർ ട്രേഡ് ചെയ്യേണ്ടത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത 25 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അംബുജ സിമെൻറ്റ്, അശോക് ലൈലൻഡ്, ബജാജ് ഓട്ടോ, ബാങ്ക് ഓഫ് ബറോഡ, BPCL. അതുപോലെ നമുക്ക് ബിർള സോഫ്റ്റ്, സിപ്ല, കോഫോർജ്, ഡിവിസ് ലബോറട്ടറീസ്, ഹിൻഡാൽകോ, ഇന്ത്യൻ ഹോട്ടൽസ്, അതുപോലെ JSWST, LIC, LTI മൈൻട്രി, MRF, നെസ്ലെ ഇന്ത്യ, NMDC, ഓയിൽ, അതുപോലെ പെട്രോനെറ്റ് LNG തുടങ്ങിയ കമ്പനികൾ. ഇതുകൂടാതെ സംവർദ്ധന മദേഴ്സൺ, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ട്രെൻഡ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, വേദാന്ത്, ഇങ്ങനെ 25 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അതായത് T+0 ചെയ്യുന്നത് കൊണ്ടുള്ള ചില ബെനിഫിറ്റുകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പ്രധാനമായിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണം അതേ ദിവസം തന്നെ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോക്കുകൾ വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിക്വിഡിറ്റി വർദ്ധിക്കും. അപ്പോൾ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും എക്സ്ചേഞ്ചിനൊക്കെ വലിയ ഗുണമാണ്. സിസ്റ്റം വന്നതോടുകൂടി BSE എന്നുള്ള സ്റ്റോക്ക്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ സ്റ്റോക്കിൽ വമ്പിച്ചൊരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ ഏഞ്ചൽ വൺ ബ്രോക്കിംഗ് പോലെയുള്ള സ്റ്റോക്കുകളിലും ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഈ എക്സ്ചേഞ്ചുകൾക്കുമൊക്കെ അതിൻ്റെ ഫീസുകൾ കൂടുതൽ കിട്ടാനുള്ള വരുമാനം വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളിൽ നല്ല മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈ കൗണ്ടർ പാർട്ടി റിസ്ക് കുറയുന്നുണ്ട്. അത് കൗണ്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് വാങ്ങുന്ന പാർട്ടി അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അത് വിൽക്കുന്ന പാർട്ടി അവരേതെങ്കിലും വിധത്തിൽ ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ റിസ്ക് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസിയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ദിവസം നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ എന്ത് സംഭവിച്ചു,
അവിടെ ഏതെങ്കിലും മൽ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ടോ, നമ്മൾ ഫണ്ടിന് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ അതൊക്കെ മാറി ഒരു ട്രാൻസ്പെറൻസിയും അതുപോലെ ഒരു കാര്യക്ഷമതയും ഇതിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. മറ്റൊന്ന്, നമുക്ക് അവൈലബിലിറ്റി മാർജിന് കൂടുന്നുണ്ട് അതായത് നമുക്ക് കൂടുതൽ പണം, അതായത് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്താൽ അതേ ദിവസം നമ്മുടെ പണം അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ മാർജിനും വർദ്ധിക്കും. അപ്പോൾ അത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. എന്നാൽ ചിലർക്ക് ഇത് ദോഷകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോറിൻ കറൻസി ഡെയിലി അവർ സെല് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കും. അതേപോലെ നമ്മുടെ ഈ ക്ലിയറിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പല വിധത്തിലുള്ള ക്ലിയറിംഗ് ഹൗസുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സിസ്റ്റം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കേണ്ടതുണ്ട്. അവരുടെ ടെക്നോളജി കൂടുതൽ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റം അവർ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ CDSL, അതേപോലെ ബ്രോക്കറേജ് ഹൗസുകൾ, ഇങ്ങനെയുള്ള പാർട്ടിസിപ്പൻസ് ബാങ്കുകളൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് ഈ കാര്യങ്ങൾ സ്പീഡായിട്ട് ചെയ്യേണ്ട ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അവർ നടത്തേണ്ടതുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ഈ ഒരു ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.